What's this book that you are reading? മോനെ എനിക്കിതാരോ ഇന്ന് തന്നതാ. ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് രത്തൻ ടാറ്റ. ഈ ബുക്കിനെ കുറിച്ചാണ് ഞാൻ വായിക്കുന്നത്. ഈ ബുക്കാണ് ഞാനിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിന്റ് ഉണ്ട്, നല്ല സൂപ്പർ പ്രിന്റ് അല്ലേ? നല്ല പ്രിൻ്റൊക്കെയാണ്, നല്ല ബുക്കാണ്. ഇറ്റ്സ് എ സ്മോൾ ബുക്ക്. മോനിത് വായിക്കാൻ വേണമെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ തരാം, ഇവിടെ വെച്ചേക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. അമ്മ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ മോനെ? എനിക്ക് പുതിയ ഷൂസ് വേണം. എനിക്ക് പുതിയ ഷൂവോ? അതെന്താ ഇപ്പോൾ പുതിയ ഷൂ? ആ കടയിൽ വലിയ സെയിലുണ്ട്. പിന്നെ ഫ്രണ്ട്സിന് എല്ലാം പുതിയ ഷൂ ഒക്കെ കിട്ടി. എനിക്കൊരെണ്ണം വാങ്ങണം. മോന് എത്ര ഷൂ ഉണ്ട്? 2 ഷൂസ് ഇല്ലേ? ഒരു ഷൂ സ്കൂളിൽ എന്നും റെഗുലറായിട്ട് ഇടുന്നതും വേറൊരു ഷൂ സ്പോർട്സിൻ്റെ ഷൂസും ഇല്ലേ? പിന്നെ എന്തിനാ കുട്ടന് വേറൊരു ഷൂ വേണ്ടിയത്? ഒരു പുതിയ സ്കൂൾ ഷൂസ് ആയിട്ട്. ആവശ്യമില്ല മോനെ. നമുക്കുള്ള സാധനങ്ങളെ ഓർത്ത് നമുക്ക് എന്ത് വേണമെന്ന് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നേ? ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. ഈ വർഷം ഏർലി ക്രിസ്മസ് പ്രസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് അമ്മ വെച്ചിരിക്കുന്ന സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഫോർ കിഡ്സ്. യെസ്, അതിൽ ബോളൊക്കെ ഉണ്ട്, കാറൊക്കെ ഉണ്ട്. ഈ ബുക്ക് എന്താണെന്ന് അറിയാമോ? ഈ ബുക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് അവരുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, അവർ എന്തിനെക്കുറിച്ചാണോ ഹാപ്പി ആയിട്ടുള്ളത്, അതിന് നമ്മൾ എന്തിനെക്കുറിച്ചാണോ നന്ദിയുള്ളവരായിട്ടിരിക്കുന്നത്, സോ ദേ ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് എ ജേർണൽ അബൌട്ട് gratitude. Okay, keeping a gratitude journal is a way to help children be happier, more focused and more motivated in their daily life. Daily journaling will encourage and inspire them to focus on the things that uplift their energy level. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കുട്ടികൾക്ക് ഈ വർഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മേടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചെയ്യാനായിട്ട് പിള്ളേരെ എൻകറേജ് ചെയ്യുന്നതിന് പകരം അവരുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെക്കുറിച്ച് എഴുതാനായിട്ട് അവരെ പ്രേരിപ്പിക്കാം. രണ്ടാമത് ഒരു ബുക്കും കൂടെ ഉണ്ട്, എൻജോയ് ലിറ്റിൽ തിങ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായിട്ടിരിക്കാനായിട്ട് ഉള്ള ഒരു ജേർണൽ കീപ്പിങ്ങിനുള്ള ഒരു ബുക്കാണിത്. ഇതിനകത്തെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ എന്താണെന്നറിയോ? ഇഫ് യു ഓൺലി സേ 1 prayer in a day, make it thank you. എന്ത് നല്ലതല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്ത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം. ഇതിനകത്തുള്ള മറ്റൊരു സെൻറ്റൻസ് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് ഡസൻറ്റ് നീഡ് ടു ബി റിസർവ്ഡ് ഓൺലി ഫോർ ബിഗ് ഇവൻറ്റ്സ് ഇൻ ലൈഫ്. ചെറിയ കാര്യങ്ങൾ മാത്രം മതി. നമ്മുടെ മേളിൽ ഒരു റൂഫുണ്ട്, അല്ലെങ്കിൽ എനിക്കിന്ന് കഴിക്കാൻ ഫുഡുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് നടന്നു പോയപ്പം ഞാൻ സേഫായിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് എഴുതാനായിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റിയ ഒരു ജേർണൽ കീപ്പിംഗ്, ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം, എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ കൊളീഗ്സൊക്കെ എനിക്ക് തന്നത് എന്താണെന്നറിയോ? ഒരു സിമിലർ തിങ് ആണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എൻ്റെ മോനത് കണ്ടില്ലായിരുന്നു? അമ്മയുടെ പേരൊക്കെയുള്ള ബുക്ക്, നോട്ട് ടു സെൽഫ്. യെസ്, ഇറ്റ് ഫീൽ സോ ഗുഡ്. കണ്ടോ, അതിൻ്റെ അകമൊക്കെ കണ്ടോ, ഞാനിരിക്കുന്നത് കണ്ടോ, ഒരു ബീച്ച് സൈഡിൽ. ഇതിനകത്ത് എല്ലാ ദിവസവും എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം, സൂൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ദ പാസ്റ്റ് ഇസ് ഇൻ യുവർ ഹെഡ് ആൻഡ് ദ ഫ്യൂച്ചർ ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓരോരോ ദിവസവും ഓരോ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് എന്തിനെക്കുറിച്ചാണോ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അതിനെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഈ വർഷം അവസാനിക്കുമ്പോൾ, പുതിയ വർഷം തുടങ്ങുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്ത് നല്ല സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ ഇല്ലാത്തതായിട്ട് ആരാ ഉള്ളത്? എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. പക്ഷേ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ അതിലുപരി ചിലപ്പോൾ നമുക്ക് സന്തോഷങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റും. And thank you everyone. Stay happy and healthy always. Bye.